ഹായ് ഹലോ. അപ്പം ഇന്നത്തെ അനുയാത്രയായിട്ട് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ, ഇവരെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവൻറ്റ്സിന് മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പം ഞാനിപ്പം എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് ഞാൻ സ്ഥിരം മേക്കപ്പിനാണെങ്കിലും അല്ലെങ്കിൽ പാർലറിലൊക്കെ പോകുന്ന കുറച്ച് പാർലറുകളുണ്ട്. സജിത്ത് ആൻഡ് സുജിത്ത് ഉണ്ട്, ജീന ചേച്ചിയുടെ ഒരു പാർലറുണ്ട്, ജീന സ്റ്റുഡിയോ, ഫ്ലോറിയ പാർലറുണ്ട്, ലിവൻ സ്റ്റൈൽ ഉണ്ട്. അപ്പം ഇവിടെയൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ളത്. ഇതിൽ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സെലിബ്രിറ്റി മേക്കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവൻറ്റ് മേക്കപ്സിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെയും എല്ലാം ഉണ്ട്, സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് നമുക്കിഷ്ടമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആക്ടേഴ്സ് വരുന്നൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മേക്ക് ഓവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് ഒരു സ്പെഷ്യൽ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ കയറി തുടങ്ങാം. എന്നൊന്ന് സുന്ദരിയാക്കി തരുമോ? അപ്പോൾ നമ്മൾ ഇതാ സജിത്ത് ആൻഡ് സുജിത്തിലാണ് എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെയും അല്ലെങ്കിൽ എന്താ പറയുക ഇവൻറ്റ്സിനും ഒക്കെ, ഇപ്പം ഞാൻ പേഴ്സണലി ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് റെഡി ആയിട്ടാണ് പോകാറുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മേക്കപ്പ് ഇട്ടാൽ ചേരില്ല എന്നൊരു തോന്നല. അപ്പോൾ ഇവരോട് ഞാൻ ഭീഷണിപ്പെടുത്തി പറയും എനിക്ക് ഭയങ്കര സിമ്പിൾ മേക്കപ്പ് മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ചെയ്തു തരും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഒരു ഭയങ്കര സിമ്പിൾ ട്രഡീഷണൽ കേരള ബ്രൈഡൽ ലുക്കാണ്. ഞാൻ പ്രത്യേകം എപ്പോഴും പറയുന്ന പോലെ തന്നെ സിമ്പിൾ 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 മേക്കപ്പ് അല്ലേ? അതെ. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ അതിനായിട്ട് ഇതാ ഞാൻ പോയി ബ്രൈഡൽ ഗെറ്റപ്പിൻ്റെ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വരാം. എന്താ വേണ്ടത് അറിയാം? ഇങ്ങനെയൊക്കെ ബ്രൈഡ് ഒരുങ്ങി ചെല്ലുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും മുഴുവൻ അന്തം വിടുന്നു. ഓഹ് എന്തൊരു സുന്ദരി എന്ന് പറയും. അതെ, അങ്ങനെ മേക്കപ്പ് ചെയ്യണം. എല്ലാ ചെക്കൻ്റെ വീട്ടുകാരെയും ഫ്ലാറ്റ് ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ട്രഡീഷണൽ കേരള ബ്രൈഡിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എനിക്ക് പൊതുവെ ഭയങ്കര ടെൻഷനാണ് മേക്കപ്പിൻ്റെ കാര്യം വരുമ്പോൾ. എനിക്ക് മേക്കപ്പ് സൂട്ടാവില്ല, ലിപ്സ്റ്റിക്ക് ചേരില്ല, മുടി എനിക്ക് അഴിച്ചിടുന്നത് മാത്രമേ ചേരൂ, ഇങ്ങനെ കുറേ നിർബന്ധങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇവരോട് ഞാനത് എപ്പോഴും പറയും, തല്ലുകൂടും. അവസാനം ഇവരൊന്ന് എന്നെ നിർബന്ധിച്ച് ചെയ്തു തരും. അങ്ങനെ എല്ലാം തീരുമ്പോൾ എനിക്ക് ഇവരുടെ ലുക്കാണ് ഇഷ്ടപ്പെടാറ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, ഇവർ രണ്ടുപേരും തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയണമായിരിക്കും നല്ലത്. അപ്പം ഇതാണ് നമ്മുടെ സജിത്ത് ആൻഡ് സുജിത്ത്. അനു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ എപ്പോഴും അനു വരാറുണ്ട്. അപ്പോൾ അനു വരുമ്പോഴെന്നും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഉള്ളൊരു മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞങ്ങൾ എപ്പോഴും തീരുമാനിക്കും. അതിനുവേണ്ടി അവളോട് പറഞ്ഞ് കേരള ട്രഡീഷനാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു നാടൻ ലുക്ക്, എപ്പോഴും നമുക്കൊരു നാടൻ ലുക്കാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ അത് വെസ്റ്റേൺ ആക്കണ്ട, നമുക്ക് നാടൻ തന്നെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇത് പറയണമായിരുന്നു. അപ്പോഴേക്കും അതിലേക്ക് ചൂസ് ചെയ്ത് സെറ്റ് സാരി ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് ഗ്രീൻ കളർ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഗ്രീനിൽ ഫുള്ളൊരു ഗ്രീൻ ലുക്കിലാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ വള, ഓർണമെൻറ്റ്സ്, ഫ്ലവേഴ്സ് ഇതെല്ലാം നമ്മൾ ഒരു ഗ്രീൻ ടച്ചിലാക്കിയെടുത്തു. അപ്പോൾ അതാണ് നമ്മൾ ലൈറ്റ് മേക്കപ്പാണ് ചെയ്തത്. പിന്നെ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്തത്. അപ്പം മുല്ലപ്പൊക്കെ വെച്ച് നാടൻ പിന്നലാക്കി ഇട്ടാണ്. പിന്നെ അത് ഓർണമെൻറ്റ്സും ഗ്രീൻ കളർ എല്ലാം അപ്രോച്ച് ആയപ്പോഴേക്കും എലഗൻറ്റ് ലുക്കായി. ഇന്നത്തെ അനുയാത്ര ഇവിടെ തീരാൻ പോവാണ്. നമ്മളിതാ എൻ്റെ ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടു. ഇത് നമ്മളിന്നൊരു സിമ്പിൾ കേരള ട്രഡീഷണൽ ബ്രൈഡാണ് നോക്കിയിട്ടുള്ളത്. എറണാകുളത്ത് നമ്മുടെ സജിത്ത് ആൻഡ് സുജിത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തായാലും അവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്തോളൂ. വീണ്ടും അനുയാത്രയിൽ അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ.